കോൾമാൻ പറയുന്നത് മൂന്ന് തരത്തിലാണ് ഫോക്കസ് ഉള്ളത്. ഒന്ന് ഇന്നർ ഫോക്കസ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ അറിയാം, അതാണ് ഇന്നർ ഫോക്കസ്. രണ്ട് അതർ ഫോക്കസ്. അതർ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരിലുള്ള ഒരു ഫോക്കസ്. അതായത് ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അപ്പം അവരുടെ അടുത്തൊരു ഒരു എംപത്തറ്റിക്കലി ലിസൺ ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. സത്യമായിട്ടോ. കാരണം അവർ കടന്നു പോണ വേദനകൾ, നമ്മുടെ സ്വന്തം അച്ഛനമ്മയാണെങ്കിൽ പോലും അവർ കടന്നു പോണ സങ്കടങ്ങളോ അവരുടെ ഉള്ളിൽ എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, നമ്മുടെ മക്കളിൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഇന്നർ ഫോക്കസ്, രണ്ടാമത്തെ അതർ ഫോക്കസ്, മൂന്നാമത് പറഞ്ഞാൽ ഒരു ഔട്ടർ ഫോക്കസ് എന്ന് പറയുന്നത്. ഔട്ടർ ഫോക്കസ് വെച്ചാൽ നമ്മൾ നോ യുവർ എൻവയോൺമെന്റ്. ഇപ്പം നമ്മൾ പണ്ടത്തൊക്കെ ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ശുദ്ധവായു പോലും നമ്മൾ ആസ്വദിച്ച് ശ്വസിച്ചിട്ട് അത്ര ഉണ്ടാവും. പുറത്ത് നടക്കാൻ പോകുന്നവരുടെ എണ്ണം എത്ര ചുരുക്കമാണ്. നടക്കാൻ പോകണ്ടെങ്കിലും നമ്മൾ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് നമ്മളൊരു ഫുള്ളി ഓട്ടോമാറ്റഡ്, നമ്മൾ ഈ റോബോ എല്ലാ സെൻസസും ഉപയോഗിക്കുന്നില്ല. ഇല്ല, നമ്മളൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ പറയുന്നത് ആ ഒരു ഔട്ടർ ഫോക്കസ്, നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് കണക്ട് ചെയ്യണം.